അസുരതാണ്ഡവം. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അത് നിന്നെ കരുതിയൊന്നുമല്ല. താഴെ മുറിയിലൊരു സ്ത്രീ കിടക്കുന്നുണ്ട്. അവരെ ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടുപോയി. ആ ഒറ്റ കാരണം കൊണ്ടാ. അതിനു മോള് നന്നായി പെരുമാറുകയും ചെയ്തു. തന്നെ നോക്കി എന്തോ മുൾമുനയിൽ വെച്ച് പറയും പോലെ തോന്നി അവൾക്ക്. ചെറിയ പേടി തോന്നിയെങ്കിലും ഉള്ള ധൈര്യം പുറത്തേക്ക് എടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ. രക്ഷിക്കാൻ വരുന്നവരാരും കള്ളും കുടിച്ച് പെൺകുട്ടികളുടെ കൈ കയറി പിടിച്ച് ഗുണ്ടായിസം കാണിച്ചിട്ടല്ലേ വരാറ്. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. അടക്കാ കുരുവികളേ ഉള്ളൂ. എന്നാലും തർക്കുത്തരത്തിന് നല്ല നാക്കാണല്ലോ. ഈ മുറിന്ന് എറിയപ്പൊടി തന്നെ പുച്ഛിച്ച് പറയുന്നവനെ തുറച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു അവൾ. വലിയ മസിലും വെച്ച് നടക്കുക. ഗന്ധർവനല്ല, ഹനുമാനാ, ഹനുമാൻ. ആ മാതു വീർപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടാലും മതി. തിരിഞ്ഞടക്കുമ്പോൾ സ്വയം ഓരോന്ന് പിറുപിറുത്ത് അവൾ. പുറകിൽ നിന്ന് അവന്റെ ശബ്ദം കേട്ടതും ഞെട്ടിലോടെ നിന്ന് അവൾ ധാവണിത്തുമ്പിൽ ഇറുകെ പിടിച്ചു. എന്തേലും പറയാനുണ്ട് മോത്തോങ്ങി പറടി. ഈശ്വരാ, ഞാൻ പറഞ്ഞെങ്ങാനും കേട്ടോ? നെഞ്ചിൽ കൈവച്ചൊന്ന് വിശ്വസിച്ച് പതിയെ തിരിഞ്ഞു നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പറയാതിരുന്നാ നിനക്ക് നന്ന്. പിന്നെ ഒരു കാര്യം, ഈ വീടിന്റെ ഗേറ്റ് കടന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോവരുത്. തന്നെ ഇഷ്ടം കാണിക്കരുതെന്നർത്ഥം, മനസ്സിലായോ? ഒന്ന് മൂളിക്കൊണ്ട് ഇരുവശത്തേക്ക് അതേ നർത്ഥത്തിൽ തലയാട്ടി അവൾ. അവളൊന്നുകൂടി ഇരുത്തി നോക്കി അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ഒന്നാഞ്ഞ് ശ്വാസം വിട്ട് അവൾ വേഗം താഴേക്ക് ഓടിപ്പോയി. ഹാളിൽ നിന്ന് രുദ്രനും നിരഞ്ജനും നന്ദനും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടെയാണ് ഗേറ്റിന് മുമ്പിൽ ഹോണടിക്കുന്ന ശബ്ദം കേട്ടത്. സംശയത്തോടെ മൂവരും പുറത്തേക്ക് ഇറങ്ങി നോക്കി. സെക്യൂരിറ്റി രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയതും മുന്നിൽ കാണുന്ന റോൾസ് റോയ്സ് കാറിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് തുറക്കാനായി അനുവാദം നൽകി. ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് വരുന്നേണ്ടതും രുദ്രന്റെ മുഖം വന്യതയോടെ തിളങ്ങി. കാറിൽ നിന്നും ആഡംബര പ്രൗഢിയോടെ ഇറങ്ങുന്ന വ്യക്തി ആരാണെന്ന ഭാവത്തോടെ നോക്കി നിരഞ്ജനും നന്ദനും. അയാൾ ഒരു പുൻസിരിയോടെ നടന്ന് അകത്തേക്ക് കയറി. ഹലോ നന്ദൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കൈ തനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നവനെ നന്ദൻ ആരാണെന്ന ഭാവത്തിൽ നോക്കി നിന്നു. സോറി, നന്ദൻ എന്ന് അറിയാൻ വഴിയില്ലല്ലേ? എന്നാൽ നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ? അപ്പോഴൊന്നും മനസ്സിലാവാതെ അയാളെ മിഴിച്ചു നോക്കി നന്ദൻ. സംശയിക്കണ്ട, എൻ്റെ പേര് മഹേന്ദ്രൻ, മഹേന്ദ്ര പ്രതാപ്. ഒന്നുകൂടെ വ്യക്തമാക്കിയ അമർനാഥിന്റെ പപ്പ, നിങ്ങളുടെ മോളുടെ ഫാദർ ഇൻ ലോ. പെട്ടെന്ന് മഹേന്ദ്രന്റെ വാക്കുകൾ കേട്ടതും നന്ദിന്റെ ശരീരം വിറഞ്ഞു കയറി. എത്ര ധൈര്യം ഉണ്ടായിട്ടടാ നീ ഇങ്ങോട്ട് വന്ന്? അയാളുടെ കോളിൽ പിടിച്ചു മുറുക്കി നന്ദൻ. ഇറങ്ങിപ്പോടാ. എന്താ ഇത് നന്ദ? ഞാൻ എൻ്റെ മരുമകളെ കൊണ്ടുപോകാൻ വന്നല്ലേ? അവളുടെ ഭർത്താവ് ഹോസ്പിറ്റലില്ല. അപ്പൊ ഭാര്യയല്ലേ അവന് കൂട്ടിരിക്കേണ്ടത്? നിന്റെ മരുമകളോ? കൊള്ളാം. വിശ്വാസത്തോടെ ഞാൻ കൈപ്പിടിച്ചു കൊടുക്കുമ്പോ ഒരനന്തനായിരുന്നു അവന്റെ തന്ത. ഇത്ര പെട്ടെന്ന് വേറൊരാൾ വരുന്ന കരുതിയില്ല. അപ്പോ അവൻ പല തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് അർത്ഥം. ദേഷ്യമുഖത്തേക്ക് ഇരച്ചേറെങ്കിലും മഹേന്ദ്രൻ ക്ഷമയോടെ നന്ദനെ നോക്കി. നന്ദനെ നോക്കി അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അയാളുടെ അട്ടഹാസ തറവാടിന്റെ മുക്കിലും മൂലയിലും സ്ഥാനം പിടിച്ചു. ഒരു പ്രതിമ പോലെ കിടക്കുന്നവരുടെ കാതുകളിൽ കൂരമ്പ് പോലെ അട്ടഹാസം തുളഞ്ഞു കയറി. പാർവതി, ദേവേട്ട, കണ്ണേട്ട. ഇരുട്ടിൽ മൂടപ്പെട്ട ചില മുഖങ്ങൾ അവളിലെ വെളിച്ചത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന പോലെ കാതുകളിൽ ശബ്ദങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു. പൊട്ടിച്ചിരിക്കുന്നവനെ കണ്ട് നിരഞ്ജനും നന്ദനൊന്നും മുഖത്തോട് മുഖം നോക്കി. ഈ ജോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നന്ദ. പക്ഷേ ഇപ്പൊ നമുക്കതിനുള്ള സമയമില്ല. പാവന്റെ മോൻ, ഏതോ ഒരു തലതെറിച്ചവൻ ആളും തരവും അറിയാത്തന്ന പണിയാ. പറയുമ്പോൾ ഒരു വന്യതയോടെ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അയാൾ. സാരമില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കും. അവന് ഹോസ്പിറ്റലിൽ വെറുതെ അങ്ങിരുന്നിട്ട് വല്ലാതെ ബോറടിക്കുകയാണെന്ന്. അപ്പൊ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവന്റെ ഭാര്യയുള്ളപ്പോ അവൾ ഇവിടെ നിൽക്കുന്നത് ശരിയാണ്. അതുകൊണ്ട് നന്ദൻ പോയി മോളെ വിളിക്കുക. അവളെ കൊണ്ടുപോകാൻ ഈ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. വല്ലാത്തൊരു ഈണത്തോടെ പറഞ്ഞു തീരും മുമ്പേ നന്ദന്റെ ചവിട്ടിൽ അയാൾ മുറ്റത്തേക്ക് തെറിച്ച് വീണിരുന്നു. നീ എന്തെഴുതിയടാ? എന്റെ മോളെ ഇത്രയും കാലം സംരക്ഷിച്ച ഈ ഞാൻ തന്നെയാടാ. ഒരു തെറ്റുപറ്റി. മാന്യനെന്ന് കരുതിയ നിന്റെ മകൻ അവനൊരു ചതിയനാണെന്ന് മനസ്സിലാക്കാൻ വൈകി. പക്ഷേ അതിനിപ്പോ സന്തോഷേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ശത്രുവിന്റെ അടിവേര് ദൈവം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. അവന്റെ മുന്നിലേക്ക് ചെന്ന് മുട്ടൂത്തിയിരുന്ന നന്ദൻ. ഇത്ര അടുത്ത് കിട്ടിയിട്ട് നിന്നെ ഒറ്റയടിക്ക് കൊല്ലാത്ത എന്താണെന്നറിയോടാ? നീ ഒന്നും ചാവേണ്ടത് ഇങ്ങനെയല്ല. കൺമുമ്പിൽ ഉറ്റ ഒരു വീണ് പിടയുമ്പോ ആ വേദന അറിയണ്ടേ നിനക്ക്? കൈകളൊന്ന് കുടഞ്ഞൊരു ചിരിയോടെ മഹേന്ദ്രൻ നിലത്തുനിന്ന് എണീറ്റ്. ആരെ കണ്ടിട്ടാ നന്ദ ഈ തിളപ്പൊക്കെ? ആ നിൽക്കുന്ന നരന്തിനെ കണ്ടിട്ടോ? വേണ്ട നന്ദ, കഴിഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇപ്പോഴും ബോഡി പോലും കിട്ടാത്ത അവസ്ഥയിലാ
നിന്റെയൊക്കെ അസുരനെയും അവൻ്റെ പെണ്ണിനെയൊക്കെ അവൻ പറഞ്ഞയച്ചത്. ആ അവസ്ഥ തന്നെയായി വരും ഈ നിൽക്കുന്ന രുദ്രദേവൻ. നന്ദനെ നോക്കി പറയുന്നതിനിടെയാണ് അവന്റെ മിഴികൾ മുകളിലേക്ക് പോയത്. താഴേക്ക് നോക്കി നിൽക്കുന്ന പാർവണയെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം അവളെ കണ്ടതും പാർവതിയുടെ മുഖമാണ് അയാളുടെ മനസ്സിലേക്ക് ഓടി വന്നത്. ഓ ഗോഡ്, വെരി ഹോട്ട് ആൻഡ് സെക്സി. അവളെ നോക്കി വല്ലാത്തൊരു ഉന്മാദിയെ പോലെ പറഞ്ഞു മുഴുമിക്കും മുമ്പ് ഗേറ്റിന് പുറത്തേക്ക് തെറിച്ചു വീണു മഹേന്ദ്രൻ. വലിഞ്ഞു മുറിയ മുഖത്തോടെ നിലത്തുനിന്ന് ചാടിണീറ്റ് നോക്കിയത് കണ്ടു മുന്നിൽ നിൽക്കുന്ന രുദ്രദേവിനെ. തന്റെ ദേഹത്ത് വീണ പൊടികളെല്ലാം തട്ടിക്കളഞ്ഞ് അവന്റെ അടുത്തേക്ക് നടന്നു മഹേന്ദ്രൻ. ചുമ്മാതല്ല നീ ഒരു കാവൽക്കാരനായത്. അവിടെ അമ്മ പാർവതി, അവളെ പോലൊരു അപ്സരസ് തന്നെയാ ഇവളും, അല്ലേടാ? ഒന്നോർത്തോ രുദ്രദേവ്, ഈ കളിയിൽ വിജയം എനിക്ക് മാത്ര. അവളെ നിന്റെ കൺമുമ്പിൽ വെച്ച് റാഞ്ചിക്കൊണ്ടു പോകും ഞാൻ. എന്റെ മകനും എനിക്കും ആസ്വദിക്കാം. ഈ രുദ്രദേവിന്റെ മുമ്പിൽ വെച്ച് അവളെ കൊണ്ടുപോവാൻ കഴിയുമെങ്കിൽ നീ ഒന്ന് കൊണ്ടുപോ മഹേന്ദ്ര. ദേ ഇപ്പോ ഈ നിമിഷം. വീറോടെ തന്റെ മുമ്പിൽ ഒട്ടും പതരാതെ പറയുന്നവനെ കണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അയാൾ. അവന്റെ കണ്ണുകളിൽ കാണുന്ന അഗ്നി. തെല്ല് പതറലോടെ അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ശേഷം അവനെ മറികടന്ന് കാറിനടുത്തേക്ക് നടന്നു. അതേ, തന്റെ മോനോട് പോയി പറഞ്ഞേക്ക് അവൻ കിട്ടിയ താലിബന്ധം എന്റെ മോള് വലിച്ചു പൊട്ടിച്ചെന്ന്. ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്യാത്തോണ്ട് ഭാര്യ എന്ന അവകാശം പറഞ്ഞ് താനോ തന്റെ മകനോ വന്നുപോയാ പിന്നെ നിന്റെ തന്ത കിളവൻ രാജേന്ദ്ര പ്രതാപിനോട് പറഞ്ഞേക്ക് അങ്ങേർക്ക് ഒടുക്കത്തെ സമ്മാനം വൈകാതെ വരുന്നുണ്ടെന്ന്. അത്രയും പറഞ്ഞ് നന്ദൻ മഹേന്ദ്രൻ നോക്കിയ ഒരു പുച്ഛത്തോടെ അവനിൽ നിന്ന് അകന്നു നിന്നു. മഹേന്ദ്രൻ തന്റെ കാറിലേക്ക് കയറി. ആ ഗേറ്റ് കടന്നു പോകുമ്പോൾ അയാൾ പലതും കണക്കുകൂട്ടിയിരുന്നു. തനിക്കേറ്റ അടിയപമാനവും അയാളിൽ വല്ലാത്തൊരു ക്രൂരഭാവം നിറച്ചു. സെക്യൂരിറ്റി ഗേറ്റ് അടച്ചതും തിരിഞ്ഞിരുന്ന രുദ്രദേവന്റെ മിഴികൾ നേരെ ചെന്ന് നിന്ന് മുകളിൽ നിൽക്കുന്ന പാർവണിയിലായിരുന്നു. എന്തോ തന്നിലേക്കുള്ള അവന്റെ നോട്ടം തനിക്ക് താങ്ങാൻ കഴിയാത്ത പോലെ അവനിൽ നിന്നും മിഴികൾ മാറ്റി മുറിയിലേക്ക് കയറിയവൾ. ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവളുടെ ഓർമ്മകളിൽ അവളുടെ നേത്രങ്ങൾ വലിച്ചു തുറന്നു. ഒരു നിമിഷത്തിന് ശേഷം അവ വീണ്ടും കൂമ്പി അടഞ്ഞു. ഗേറ്റ് കടന്ന് ചീറിപ്പാഞ്ഞു വരുന്ന കാറ് കണ്ട് മോഹിനി സംശയത്തോടെ ഉറ്റുനോക്കി. സ്ട്രൈറ്റ് ചെയ്ത് അവളുടെ മുടിയൊന്ന് പിന്നിലേക്ക് നീക്കി കാറിൽ നിന്നിറങ്ങുന്ന മഹേന്ദ്രനെ തുറിച്ചു നോക്കി. അവന്റെ വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന ചെളിയും വലിഞ്ഞു മുറുകി അവന്റെ ഭാവം കണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നവന്റെ പുറകെ ചെന്നവൾ മഹേന്ദ്ര അലറിക്കൊണ്ട് ടീപ്പോയിൽ നിന്ന് ഫ്ലവർ വേഴ്സ് നിലത്തേക്ക് എറിഞ്ഞു. മഹേന്ദ്ര, താനിതെന്തായി കാണിക്കുന്നത്? ഇല്ല, വീടില്ല ഞാൻ അവരെ. രുദ്രദേവ്, നിന്നെക്കാൾ കോലകൊമ്പന്മാരെ വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ. പിന്നെ അവനോടോ നരന്തിച്ചക്ക നീ. അപ്പൊ അവിടെ പോയി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ അല്ലേ? അച്ഛനും മോനക്ക് ഇതിനു വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണോ? നീ എന്താ മോനി കളിയാക്കിയാണോ? എന്താ മഹേന്ദ്ര ഇത്? നിന്നോട് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞല്ലേ ഇത് വെറുതെ ആണെന്ന്. അമർ, അവനെ ഞാൻ പ്രസവിച്ചല്ലെങ്കിലും അവൻ്റെ അമ്മ ഞാൻ തന്നെയാ. അപ്പൊ അവന് വേണ്ടി ചെയ്യുന്നതിൽ നിന്നെ ഞാൻ എതിർക്കുന്ന കരുതിയോ? നീ പോകുമ്പോൾ നിന്നെ ഞാൻ എതിർത്ത് ഇതുകൊണ്ട് തന്നെയാ മഹേന്ദ്ര. അന്ന് നീ കണ്ട വെറും 12 വയസ്സുകാരനല്ല അവനിപ്പോ. എല്ലാ പയറ്റുകളും അറിയുന്ന, പോരാടാൻ പഠിച്ച 28കാരന്റെ വീറും വാശിയും. എന്തിനു പറയുന്നു, ശത്രുവിനെ മരിക്കാൻ അത്യാവശ്യം പഠിച്ച ഐറ്റമായിപ്പോ. അവന്റെ മുന്നിലേക്ക് നേരിട്ടങ്ങ് ചെന്നു കൊടുത്താ നീ ചോദിക്കുമ്പോൾ അവളെ നിന്റെ കൂടെ അങ്ങ് വിടുന്നു കരുതിയോ? തെള്ളി പുച്ഛഭാവത്തോടെ പറഞ്ഞ മോഹിനി. അതേ മോഹിനി, നീ പറഞ്ഞ പോലെ അന്നത്തെ 12 വയസ്സുകാരനിൽ നിന്നും പടർന്നു പന്തലിച്ച മരമാവൻ. അതിനെ വേരോടെ പിഴുതെറിയണം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞ മഹേന്ദ്ര, വേരോടെ പറിച്ചെടുക്കണം. ശരിയാ മോഹിനി, അവന്റെ ആ തിളപ്പിന് ഇനി അധികം ആയുസില്ല. എന്നിട്ട് വേണം അവളെ. പറയാൻ വാക്കുകളില്ല മോഹിനി. അവളുടെ അമ്മ പാർവതി അത്രക്കങ്ങെത്തിയില്ലെങ്കിലും ഒട്ടും മോശമല്ല, ഒരപ്സരസ് തന്നെയാ. അവസാനമായിട്ട് അവളെ ഒന്ന് ആസ്വദിക്കണമെന്ന് കരുതിയതാ, പക്ഷെ പറ്റിയില്ല. പകരം ഇന്ന് അവളുടെ മകളുണ്ട്. അറിയാം മഹേന്ദ്ര, അച്ചുവിൻ്റെ ഫോണിൽ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ കുറിച്ച് വെച്ചതാ. അച്ഛനും മോനും അവളെ ആസ്വദിക്കണമെങ്കിൽ അതിന് അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. എന്നിട്ട് അവസാനം പോറലേൽക്കാതെ എനിക്ക് തന്നെ തന്നേക്കണം. കഴിഞ്ഞ മാസം ഇവിടുന്ന് കടത്തിയത് 20 പെൺകുട്ടികളെയാ. കാമാത്തിപുരിയിൽ റാവുജി കൊണ്ടുകൊടുത്താൽ കയ്യിൽ കിട്ടുന്ന കോടികളാ. ഇവളെ പോലെ ഒരു അപ്സരസിന് റാവുജി കൊടുത്താൽ ചോദിക്കുന്ന കാശ് കിട്ടും. എന്നാ അധികം വൈകാതെ നീ കാത്തിരുന്നോ മോഹിനി? ഒന്നല്ല, 2 അപ്സരസുകളെ. 2 പേരോ? നമ്മൾ ആ സുരന്റെ പുത്രിയല്ലേ കണ്ടുള്ളൂ. അവിടെ മറ്റൊരെണ്ണം കൂടെയുണ്ട്, രാവണപുത്രി. റാവുജിയുടെ കയ്യിലേക്ക് 2 എണ്ണത്തിനെയും വെച്ചു കൊടുത്താ കാശ് വേണ്ടുവോളം വാരിക്കൂട്ടാം. ആഹാ, അത് നന്നായി. എന്നാ പിന്നെ വൈകാതെ റാഞ്ചിക്കൊണ്ട് പോണ അവളുമാരെ. ഏതായാലും ഞാനിന്ന് തിരിച്ചു പോവാം. നാളെ ഒരു ഡീലുണ്ട്. 4 പെൺപിള്ളേരെ നമ്മുടെ ഓഫീസിൽ പുതുതായിട്ട് ജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ മുംബൈയിലെ സേട്ടുവിനെ കൊണ്ട് കൊടുക്കണം. അതിലൂടെ കിട്ടുന്ന 1-2 അല്ല, 3 കോടിയാ. ഗുഡ് ബിസിനസ് അങ്ങ് കൊഴിപ്പിക്കാനുള്ള ഭാര്യ നീ.
എന്തായാലും താൻ വിഷമിക്കേണ്ട. ഞാൻ ഈ ഡീൽ കഴിഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ തിരിച്ചിങ്ങോട്ട് തന്നെ എത്തും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. പിന്നീടും തിരികെ പോകുമ്പോൾ എൻ്റെ കൂടെ അവളുമാർ രണ്ടും ഉണ്ടാവും. നീ നോക്കിക്കോ മഹേന്ദ്ര. നീ പോയിട്ട് വാ മോഹിനി. അതുവരെ അവർ അറുമാദിക്കട്ടെ. പൊളുന്നനെ പ്രതീക്ഷിക്കാത്ത ഒരടിയങ്ങ് കിട്ടുമ്പോൾ അവിടെ തളരും രുദ്രദേവെന്ന രാവണപുത്രൻ. പറയുമ്പോൾ അയാളുടെ മുഖം വന്യതയോടെ തിളങ്ങി. നിരഞ്ജേട്ടാ. എന്താ വരണി? എനിക്കെന്തോ പേടി തോന്നുന്നു. അവര് പേടിച്ചുകൊണ്ടിരുന്നതെല്ലാം തീരെ വരണി. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തെന്ന് പറയും പോലെ, ഒന്നുകിൽ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അവരുടെ ഓരോ ചെറുകും. സീരിയസാ? വരുണിയുടെ ഓരോന്ന് പറയുന്നതിനിടെയാണ് പെട്ടെന്ന് പുറകിൽ രുദ്രന്റെ വിളി കേട്ടത്. എന്താ രുദ്ര? ചെറിയ പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണോ? നന്ദനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ വാ. നിരഞ്ജൻ സ്റ്റിക്ക് കുത്തി മുന്നോട്ട് നടന്നു. ഹാളിലിരിക്കുന്ന നന്ദന്റെ അടുത്തേക്ക് ചെന്നു. നന്ദ, പേപ്പേഴ്സ് എല്ലാം രുദ്രൻ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണ സമ്മതം. പാർവതി, അവൾ എനിക്ക് എൻ്റെ അനിയത്തി തന്നെയാണ്. അവളുടെ മനസ്സാഗ്രഹിക്കുന്ന ഇത് തന്നെയായിരിക്കും. അതിനുവേണ്ടി അവൾ ഒരുങ്ങിയത് കൊണ്ട് കൂടെയാണ് ഇന്ന് അവൾ ഈ അവസ്ഥയിലെത്തിയത്. അപ്പോൾ പിന്നെ അവളിലൂടെ തന്നെ വേണം ആദ്യത്തെ തിരിച്ചടി കൊടുക്കേണ്ടത്. പലരുടെയും മുഖം മനസ്സിലോർത്തുകൊണ്ട് ശേഷം 3 പേരും പാർവതിയുടെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് കയറിയത് രുദ്രൻ കാണുന്നത് പാർവതിയുടെ അടുത്തിരുന്ന് അവളോട് എന്തൊക്കെയോ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്ന പാർവണയെയാണ്. എന്നാൽ പാർവതി ഇപ്പോഴും മറ്റേതോ ലോകത്ത് കണ്ണടച്ച് കിടക്കുകയാണ്. തൻ്റെ അടുത്ത് ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ പാർവണ തലചരിച്ച് നോക്കിയതും കാണുന്നത് രുദ്രനെയും അവന്റെ പുറകിൽ അച്ഛനെയും നിരഞ്ജൻ അങ്കിളിനെയുമാണ്. ഒരുപാടുണ്ടല്ലോ മോളെ പറയാൻ. നിരഞ്ജൻ ഒരു ചിരിയോടെ പറഞ്ഞ് അവളെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അല്പം സൈഡിലേക്ക് മാറി നിന്നു. ശേഷം രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. രുദ്ര, ആ പേപ്പേഴ്സ് ഇതാ. നന്ദൻ രുദ്രന്റെ കയ്യിൽ നിന്നും പേപ്പേഴ്സ് വാങ്ങി. പാർവതിയുടെ വിരലടയാളത്തിൽ ആ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തെടുത്തു. അച്ഛാ, ഇതെന്താ? ഒക്കെ പറയാം മോളെ. എന്തിനു വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തത്? അതൊക്കെ അവരിൽ നിന്ന് ചോർന്നു പോകണം. അങ്ങനെ എല്ലാ തരത്തിലും സമാധാനം നഷ്ടപ്പെട്ട് അലയണം അവർ. രുദ്ര, ദാ എല്ലാം പെട്ടെന്ന് വേണം, ഒന്നും വൈകരുത്. അത്രയും പറഞ്ഞ് നന്ദനും നിരഞ്ജനും പുറത്തേക്ക് ഇറങ്ങി. രുദ്രൻ ആ പേപ്പേഴ്സ് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ നിന്നു. എന്തോ ഓർത്ത് പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് ആ കൈകളിലൊന്ന് ഇറുകെ പിടിച്ചു. ശേഷം ഒന്ന് കുനിഞ്ഞ് പാർവതിയുടെ കാതുകളിൽ എന്തോ സ്വകാര്യം പോലെ പറഞ്ഞു. പാർവണ പറ്റുന്ന പോലെ കേൾക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി തുടങ്ങി. അതെ, അവളുടെ അതേ എന്ന വിളിയിൽ നെറ്റി വിളിച്ചവൻ തിരിഞ്ഞു നോക്കി. അത് എന്താ അമ്മയോട് പറഞ്ഞേ? അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. ഞാനും എന്നോട് കൂടെ പറഞ്ഞൂടെ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, ആവുമ്പോ പറയാം. എനിക്ക് അതിനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ അമ്മയോട് എന്താ പറഞ്ഞേ? അതിൽ ചോദിച്ചുള്ളൂ. രുദ്രൻ അവളെ നിർത്തി നോക്കി. ശേഷം പുറത്തേക്ക് പോയി. ഓ, പോകുന്ന കണ്ടില്ല ഈശ്വര, എന്തൊരു മാസിൽ പിടുത്തം. ആ മോന്തക്കൊരു കുത്തുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവൻ പോയത് നോക്കി പിറിവിറുത്ത് അവൾ. അവൻ പോകുന്നത് നോക്കി ഇന്ന് അവളുടെ മനസ്സ് മുഴുവൻ പേരറിയാത്തൊരനുഭൂതി ഉടലെടുത്തു. വൈകിട്ട് രുദ്രൻ കാവിലേക്ക് കയറി പോകുന്ന നോക്കിയിരിക്കായിരുന്നു പാറുമണ. ഈ സമയം ഗേറ്റ് കടന്നു വരുന്ന കാറ് കണ്ടതും അവളുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമായിരുന്നു. മോളെ, വൈദ്യര് പറഞ്ഞ് കൊടിയ വിഷം അകത്ത് ചെന്നിട്ടുണ്ടെന്നാ. അതിന്റെ ഫലമായിട്ടാ പാർവതിയുടെ ശരീരം തളർന്നുപോയതെന്ന്. ഇപ്പൊ ചികിത്സ നടത്തുന്നുണ്ട്. ഉടനെ ഫലം കാണുന്ന വൈദ്യര് പറഞ്ഞു. നന്ദേട്ടാ, ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? അത് വേണ്ട പല്ലവി. നന്ദനെ നോക്കി പല്ലവി പറഞ്ഞു. അജയൻ അവളെ നോക്കി വേണ്ടെന്ന് പറഞ്ഞു. അജയേട്ടാ? അതേ പല്ലവി, കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാർവതിയെ പുറത്തിറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അതുമാത്രമല്ല, ആയുർവേദം തന്നെയാണ് ഈ അവസ്ഥയിൽ ശരീരത്തിന് നല്ലത്. അതേ മോളെ, അജയൻ പറഞ്ഞാൽ ശരി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയാഞ്ഞിട്ടല്ല, അതിനേക്കാൾ അവൾക്ക് ഈ ചികിത്സ തന്നെയാണ് ഗുണം ചെയ്യുന്നത്. മോൾ വിഷമിക്കണ്ട. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പാർവതി പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും. എന്നാലും ചേച്ചി പഴയതുപോലെ നമുക്ക് കിട്ടുമോ നന്ദേട്ടാ? ചേച്ചിയുടെ ആദിദേവനില്ലാതെ പാർവതി ഒരിക്കലും പൂർണ്ണാവില്ല. വരും പല്ലവി, എൻ്റെ ആദി തിരിച്ചു വരും. അവൻ്റെ പാർവതിയെ തേടി അവൻ വരും, എൻ്റെ മനസ്സിനോട് പറയും പോലെ.
ഉറച്ച വാക്കോടെ നന്ദൻ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എവിടെയോ ഒരു പ്രതീക്ഷ മുട്ടിയിട്ട് തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി. പാർവതി ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുന്നു. അവളുടെ കൈകളുടെ ചലനങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും വല്ലാത്ത ആശ്വാസം തന്നെയായിരുന്നു. രുദ്രൻ കാവിൽ പോകുന്നില്ല എന്ന് നോക്കി നിൽക്കുന്നത് പാർവണയ്ക്ക് ഒരു പതിവായി. തന്നിലേക്ക് അവൻ്റെ ഒരു നോട്ടം ആഗ്രഹിക്കുമെങ്കിലും അവരിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ലാത്തത് അവൾക്കെന്തോ മനസ്സിലൊരു പിടച്ചിലായി തുടങ്ങിയിരുന്നു. ഒരിക്കൽ കുളപ്പടവിലിരുന്ന് ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പാർവണ. എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? പടവുകളിറങ്ങിയ ഒരു ചിരിയോടെ വന്ന് ചോദിച്ചു രുദ്രി. ഏയ് ഒന്നുമില്ല രുദ്രി, ഞാൻ ചുമ്മാ. അത് കള്ളം, എനിക്കറിയാം എന്താണെന്ന്. രുദ്രി പറയുമ്പോൾ അവളെ സംശയത്തോടെ നോക്കി പാർവണ. സത്യം പറ, നീ എൻ്റെ ഏട്ടനല്ലേ ഓർത്ത്? രുദ്രി പറയുന്ന കേട്ട് പാർവണൊന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ചില്ലെന്ന് തലയാട്ടി. അത് ചുമ്മാ മോളെ, 4 ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട് ക്ലാസ്സിലെല്ലാം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം റെഡി, നിനക്ക് എൻ്റെ ഏട്ടന് ഇഷ്ടമല്ലേ? രുദ്രി ചോദിച്ചു. പാർവണ അവളെ ഒന്ന് ഉറ്റുനോക്കി. രുദ്രി, എനിക്കറിയില്ല. ആദ്യം ആ കാറ് കണ്ട് ഭയം തോന്നിയിരുന്നു ഞാൻ. പിന്നീട് അത് കാണാതെ വിഷമിച്ചിട്ടുണ്ട്. ഇന്ന് നിന്റെ ഏട്ടൻ്റെ ഒരു നോട്ടനിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഇതന്നെ മോളെ പ്രേമെന്ന് പറയുന്നത്. നീ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ, ഏറ്റവും സന്തോഷം എനിക്ക് തന്നെയാണ്. പക്ഷെ നീ അങ്ങനെ എങ്ങനെ നിന്റെ വരിതിൽ എത്തിക്കുന്ന? ഓ അതാണോ? അസുരനെ വീഴ്ത്തി എൻ്റെ അമ്മയെക്കുറിച്ച് കുട്ടിക്കാലം മുതൽ അച്ഛനമ്മയും പറയാറുണ്ട്. അമ്മക്ക് അസുരനെ വീഴ്ത്താൻ കഴിഞ്ഞ പിന്നെ മോൾക്ക് ഈ രാവണനെ വീഴ്ത്താനാണോ പാട്? ആഹാ കൊള്ളാലോ മോളെ. ദേ എന്നാലേ ഏട്ടനവിടെ മേലെയുണ്ട്, ചെന്ന് പറ നിനക്ക് ഇഷ്ടമാണെന്ന്. ഇപ്പോഴോ? ആ അല്ല, ഇതിനൊക്കെ നേരവും കാലമുണ്ടോ? മനസ്സിൽ തോന്നി എന്തോ അപ്പം തുറന്നു പറയണമെന്നാ ഏട്ടൻ പറയാറുള്ളൂ. അത് പിന്നേക്ക് മാറ്റി വെക്കരുതെന്നാ. എന്നാലും ഇപ്പൊ പോയി പറയാന്നൊക്കെ വെച്ചാ എന്നാ വേണ്ട, നീ മനസ്സിൽ വെച്ച് കണക്ക്. വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുമ്പോൾ നീ മാനസികമായി പാടി അടക്കും. ഇങ്ങനെയൊക്കെ ആര് കൊണ്ടുപോകാനാ? അതെന്ന് എനിക്ക് അറിയാനിട്ടാ മോളെ. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ദക്ഷിണ. അവൾക്ക് എൻ്റെ ഏട്ടനോട് മുടിഞ്ഞ പ്രേമായിരുന്നു. ഒരിക്കലും അവൾ ഇഷ്ടം പറഞ്ഞു തന്നതിന് അവൾക്കിട്ട് കൊടുത്തവരടി. പിന്നെ അവൾ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അതുപോലെ ഓരോരുത്തർ നീയും വന്നാ. ആ സാരല്ല, നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നോ. അതെയോ? എന്നാ ഞാൻ പോയി പറയട്ടെടി. ധൈര്യമായിട്ട് പോയി പറ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.